ഡൽഹി സ്ഫോടനത്തിലെ തീവ്രവാദികളുടെ എല്ലാം വിവരങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ വിവരങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഇവർ എന്തൊക്കെയാണ് പദ്ധതിയിട്ടിരുന്നത്, എങ്ങനെയാണ് പദ്ധതിയിട്ടത്, ഓരോ കാര്യങ്ങൾക്കും ഇവർ എങ്ങനെ സംഘടിച്ചിരുന്നു, ഈ കാര്യങ്ങളെല്ലാം. അൽഫല യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇതിൻ്റെ കേന്ദ്രം എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടർ ഉണ്ടല്ലോ, ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്നത്, ഇവർ രാജ്യം വിടാനുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ്. ആ രാജ്യം വിടാൻ പദ്ധതി ഇട്ടു, പാസ്പോർട്ടിൻ്റെ അപേക്ഷ നൽകി. ആ സമയത്ത് തന്നെ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പോലീസുകാരൻ വന്ന് ഇവരുടെ പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തുകയും ഇവരുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ഏതാണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ വന്ന വിവരങ്ങളാണ്. പക്ഷേ ഇവർ എങ്ങോട്ട് പോകാനാണ് പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ദുബായിലേക്ക് പോകാനാണ് ഈ വിവരവും വാർത്തകളിലൂടെ പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇതാണ്: ഇവർ ദുബായ് മാത്രമല്ല ലക്ഷ്യം വെച്ചത്. ദുബായ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇടക്കാല സ്ഥലം മാത്രമാണ്. ദുബായിൽ നിന്ന് മറ്റ് രാജ്യത്തേക്ക് മുങ്ങാനായിരുന്നു പദ്ധതി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പോലീസിന് ഇപ്പോൾ സംശയമുള്ളത്. അന്വേഷണ സംഘവും ആ രീതിയിലാണ് സംശയിക്കുന്നത്. ഉമർ നബി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭീകരൻ, ഇയാളുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. അഫ്ഗാനിലേക്ക് കടക്കാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നു. ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ ദുബായിലേക്ക് പോവുകയും അവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക്, ചിലപ്പോൾ ഒന്നുകിൽ ഇറാഖ്, സിറിയ മേഖലയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കായിരിക്കാം. അഫ്ഗാനിസ്ഥാനിൽ ഇവർക്ക് IS-ൻ്റെ മൊഡ്യൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവിടെയും ഈ IS-ൻ്റെ ഭീകര കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ താലിബാനാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നതെങ്കിലും അവിടെ IS-ൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഭീകര പ്രവർത്തനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഈ സ്ത്രീയുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നും ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ വലിയ പദ്ധതികൾ. അപ്പോൾ ഇവരുടെ ഒരു കാറുണ്ട്, ഒരു ബ്രസ കാറുണ്ട്. കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് HR87U 9988. ഈ പറയുന്ന കാറാണ് ഇവർ രജിസ്റ്റർ ചെയ്ത്. ഈ കാറ് ഇവരുടെ ക്യാമ്പസിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സർവകലാശാല, അൽഫല എന്ന് പറയുന്ന സർവകലാശാല പദവിയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഉമർ നബി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിൽ അയാളുടെ കാമുകിയായിരുന്നു ഈ സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരും അവിടത്തേക്ക് തന്നെ പോകാനുള്ള പദ്ധതിയാണ് മെനഞ്ഞിരുന്നത് എന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. ദുബായിൽ ചെന്നിട്ട് നേരെ ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ സംശയിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ദുബായിൽ ചെന്നിട്ട് പോകാനായിരിക്കാം പദ്ധതിയിട്ടത് എന്ന് പറയുന്നുണ്ട്. റൂം നമ്പർ 29 ഈ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഭീകര സ്ത്രീ താമസിച്ചിരുന്നത്. അവിടെ എത്തിയാണ് പോലീസ് പരിശോധന നടത്തിയതെന്നും പോലീസ് അവിടെ വന്നു പോയതായിട്ടുമൊക്കെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇവരുടെ ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല കൃത്യമായിട്ട്. അതുകൊണ്ടാണ് പോലീസിന് അപ്പോഴൊരു സംശയം തോന്നാത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ വിസയ്ക്ക് വേണ്ടിയിട്ട്, പാസ്പോർട്ടിന് പിന്നാലെ വിസയ്ക്കും ഇവർ വലിയ ശ്രമം നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇവർ പലരെയും ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഈ പാസ്പോർട്ട് അപേക്ഷിക്കാനായിട്ട് ഏതെങ്കിലും ഈ ട്രാവൽ ഏജൻസികൾ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ ഇവർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളും അന്വേഷണ ഉദ്യോഗസ്ഥരുമെല്ലാം അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് പാസ്പോർട്ട് എടുത്ത് പോകാനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഇവരെ സഹായിക്കാൻ ശ്രമിച്ചോ എന്നതുകൂടി വരുന്നുണ്ട്. ഇവരുടെ ഈ അൽഫല ക്യാമ്പസിൽ പ്രവർത്തിച്ചിരുന്ന മൊഡ്യൂളിന് നേതൃത്വം നൽകിയത് ഈ ഷഹീൻ ഷാഹിദ് ആണെന്നും കൃത്യമായി വിവരം വരുന്നുണ്ട്. ഈ തീവ്രവാദികൾക്കിടയിൽ ചില തർക്കങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാകുന്നുണ്ട്. ഈ ആക്രമണ പദ്ധതിയിലോ ഇല്ലെങ്കിൽ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തർക്കം പരിഹരിച്ചിരുന്ന, അതായത് ഉമർ നബി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭീകരർ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ തർക്കമുണ്ടായാൽ അതിന് ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഭീകരവാദി സ്ത്രീയാണ്. ഈ ഭീകര സ്ത്രീയാണ്, ടെററിസ്റ്റ് ആയിട്ടുള്ള ഈ സ്ത്രീയാണ് ഇവർക്കിടയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതും ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. ഇവരുടെ കാറിൽ നിന്നാണ് ഒരു AK-47 തോക്ക് ഇവർ കൊണ്ടുവന്ന് കുറ്റിക്കാട്ടിൽ, ഈ ബ്രസ കാറിലായിരുന്നു അത് വെച്ചിരുന്നത്. അതിൽ നിന്നാണ് ഇവർ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഇവർ കൊണ്ടുവന്നൊരു കുറ്റിക്കാട്ടിൽ ഉപയോഗിച്ചത്. എന്നിട്ട് ഇവർ വളരെ സ്വാഭാവികമായി തിരിച്ച് ക്യാമ്പസിലേക്ക് എത്തി കഴിയുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ കൂടുതൽ വിവരങ്ങൾ, ഇവരെ സംബന്ധിച്ച് ഇവർ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ നീക്കങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു അവലോകനം പോലീസ് നടത്തുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ 2 രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് പദ്ധതിയിട്ടല്ലോ. ഒന്ന് ദുബായിലേക്കും ഒന്ന് അഫ്ഗാനിസ്ഥാനിലേക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അവിടെയുള്ള കണക്ഷൻ ആരുമായിട്ടാണ്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇവർക്ക്
പ്രേരണയായിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇവർ പ്രവർത്തിച്ചത്. ആ ജെയ്ഷെ മുഹമ്മദിൻ്റെ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, മസൂദ് അസറും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിരിക്കും ഇവരെ സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് സംശയമില്ല. എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ മസൂദ് അസർ ഈ തീവ്രവാദികളുടെ ഒരു സ്ത്രീ വിങ്ങിനെ, വനിതാ വിങ്ങിനെ രൂപീകരിക്കാനായിട്ട് ഉത്തരവ് കൊടുത്തിരുന്നു. അത് ജമാഅത്തുൽ മുഹമിനാത്തി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഇന്ത്യയിലെ ഘടകത്തിൻ്റെ നേതാവായിട്ട് ഇവരെ ചുമതലപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനായിരുന്ന ഉമർ ഫാറൂഖിൻ്റെ ഭാര്യ ആഫിറ ബീവി അംഗമായിട്ടുണ്ട് ഇതിൽ എന്ന് പറയുന്നു. അത് പ്രധാനപ്പെട്ട മുഖങ്ങളിലാണ് എന്നൊന്ന് പറയുന്നെങ്കിലും മുഖമൊക്കെ ഇവരിപ്പോൾ കാണിച്ചു തുടങ്ങിയത്. സാധാരണ ഇവരുടെ ഈ ശരിയാ നിയമപ്രകാരം മുഖം വെളിയിൽ കാണിക്കില്ലല്ലോ. 2019 ഉമർ ഫാറൂഖിനെ കാശ്മീരിലൊരു ഏറ്റുമുട്ടലിൽ സൈന്യം വധിക്കുന്നത്. അയാളുടെ ഭാര്യയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഇപ്പോൾ വഹിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസറിൻ്റെ ഈ പറയുന്ന സംഘവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗം രൂപീകരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ 8 അതോടൊപ്പം തന്നെ ഒക്ടോബർ 19 ഈ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് POKയിലെ റാവൽകോട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. മേൽനോട്ടം ഈ പറയുന്ന ആഫിറ എന്ന് പറയുന്ന ഈ സ്ത്രീക്കാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ആഫിറ എന്നാണ് അവരുടെ പേര്. ആഫിറയ്ക്കാണ് ഇതിൻ്റെ മേൽനോട്ടം നൽകിയിരുന്നത്. അതായത് ഈ പുൽവാമയുടെ സൂത്രധാരൻ ഉമർ ഫാറൂഖിൻ്റെ ഭാര്യ ആഫിറയ്ക്കാണ് ഈ പരിശീലന ക്യാമ്പിൻ്റെ നേതൃത്വം നൽകിയത്. അതിൻ്റെ നേതൃത്വം അവർക്കായിരുന്നു, അതിൻ്റെ ചുമതല എന്ന് പറയുന്നുണ്ട്. സ്ത്രീകളുടെ തീവ്രവാദം വളർത്തുക എന്നുള്ളതാണ്, സ്ത്രീകൾക്കിടയിൽ തീവ്രവാദം ലക്ഷ്യം വയ്ക്കുക. ഇതിനകത്ത് കുറച്ച് പദ്ധതികളുണ്ട് കേട്ടോ, അതിലേക്ക് വരാം. അതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഓൺലൈൻ കോഴ്സിൽ ഈ പറയുന്ന ഷഹീൻ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. ഏതാണ്ട് ഇവർ പങ്കെടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വിവരം ലഭിക്കുന്നത്. സാദിയ അസറും സമൈറ അസർ, ഈ രണ്ടുപേരെന്ന് പറഞ്ഞാൽ മസൂദ് അസറിൻ്റെ സഹോദരിമാരാണ്. ഇവരാണ് ഇതിന് മറ്റൊരു നേതൃത്വം കൊടുത്തത്. സ്ഫോടക വസ്തുക്കളുമായിട്ട് ഈ ഷഹീൻ സയ്യിദ് അറസ്റ്റിലാകുമ്പോൾ ഈ ജമാഅത്തുൽ മുഹമിനാത്തിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്ഥിരീകരണവും കൂടി ഇവർക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വലിയ ഒരു യൂണിറ്റ് തുടങ്ങാനും അതിനെ സംഘടിപ്പിക്കാനായിട്ട് ഈ ഷഹീനെ ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന ഷഹീനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അതായത് എന്തിനാണ് സ്ത്രീകളെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇവരുടെ സ്ത്രീകൾ ഉപയോഗിച്ചുള്ള പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവരശേഖരണമാണ്. പുരുഷന്മാർ പെട്ടെന്ന് പിടിക്കപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളുടെ ഒരു വിങ് ഇവർ രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തുൽ മുഹമിനാത്തിയെ ഇവർ രൂപീകരിക്കുന്നത്, വിവരശേഖരണം ലക്ഷ്യം വെച്ച്. അതുപോലെ തന്നെ പെട്ടെന്ന് പുരുഷന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തടുത്ത് സ്ത്രീകളെ ഉപയോഗിച്ച് ചെല്ലുക, സ്ത്രീകളാകുമ്പോൾ സംശയിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ചില രൂപമാറ്റം വരുത്താൻ ഇവർ ഏത് വേഷത്തെ, നമ്മൾ വിചാരിക്കും ഈ ഷഹീനെ പിടിച്ചതുപോലെ പർദ്ദയൊക്കെ ഇട്ട് ഇല്ലെങ്കിൽ ബുർഖയൊക്കെ ധരിച്ചായിരിക്കും ഇവർ വരുന്നതെന്ന്. അങ്ങനെ ബുർഖയോ പർദ്ദയോ ഹിജാബോ ഒന്നും ആയിരിക്കില്ല, വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വേഷത്തിലായിരിക്കും, ഒരു വിദേശി വരുന്നത് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ആ വേഷം ധരിച്ചു ഇവർ എവിടെയെങ്കിലും വന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറാം, മറ്റേതെങ്കിലും വേഷം മാറി ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടോ ഇല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടോ ഒരു ഡോക്ടറായിട്ടോ ഒക്കെ തന്നെ വന്ന് സാധാരണ വേഷം, ഇസ്ലാമിക വേഷമൊന്നും ധരിക്കേണ്ടതില്ല, ഇല്ലാതെ തന്നെ വന്ന് വിവരശേഖരണം നടത്താം, ആസൂത്രണങ്ങൾ ചെയ്യാം. ഹണി ട്രാപ്പിൽ ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ കുടുക്കി അവരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഈ പറയുന്ന സ്ത്രീ വനിതാ വിങ്ങിനെ രൂപീകരിച്ചതെന്നും അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഷഹീനെ ചുമതലപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുമൊക്കെയുള്ള നിർണായക വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പദ്ധതിയാണ് ഇവിടെ തകർക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ആൾക്കാരെ, ആയിരക്കണക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല, ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ കൊല്ലാനുള്ള പദ്ധതിയായിരിക്കും അവരിട്ടിരുന്നത്. എന്തായാലും അതിനെയെല്ലാം തകർത്തുകൊണ്ട് ഒരു സ്ഫോടനം നടത്താൻ അവർക്കായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് തക്കതായ മറുപടി കൊടുക്കും. അതിന് അമിത്ഷാ കൃത്യമായിട്ടുള്ള ഒരു വാക്ക് ഇക്കാര്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത്തരം ആക്രമണം നടത്താൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള ശിക്ഷയായിരിക്കും ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൊടുക്കുക എന്നുള്ള ശക്തമായ, അതായത് ഇനി ഒരിക്കലും അവരതിനു വേണ്ടി ധൈര്യപ്പെടരുത്, ആ രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. അത് ഈ ഭീകരവാദികൾ ഒരിക്കലും മറക്കാത്ത ഒരു മറുപടി ആയിരിക്കുമെന്നതും തീർച്ചയാണ്.